ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് എത്തിയ ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ വരുന്ന വഴിക്കൊന്നും ഞങ്ങൾക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിന് എന്നെ ഒരു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ എത്തിക്കഴിഞ്ഞ് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നത്. ട്രെയിനിൽ നിന്ന് കുറെ കമ്പനിയൊക്കെ കിട്ടി. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങി അവിടുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാണ് അടുത്ത സ്കീം. ഞാൻ വൈകിട്ട് 4:30 എന്തോ ട്രെയിൻ കയറിയതാണ്. എത്തുന്നത് 12:30 അടുപ്പിച്ചാണ്, 12 മണി കഴിഞ്ഞു. അപ്പൊ നമ്മളവിടെ ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കയറിയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ്. എവിടുന്നൊക്കെ ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് കൊല്ലത്തെ ബസ് സ്റ്റാൻഡ് ഓർത്തപ്പോൾ സങ്കടം. ഞങ്ങൾ ഇവിടെ ആട്ടോ ഫുഡ് കഴിക്കാൻ വന്നാൽ കാണിച്ചു തരാം. ഈ കടയിൽ ഈ കടയിലാട്ടോ. ഇനി ഞങ്ങള് നമ്മൾ തയ്ക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവാം. നാളെ ഞങ്ങളുടെ കോഴിക്കോട് വ്ലോഗ് വരും അല്ലേടി. ഞങ്ങളവിടെ ഫുഡും കഴിച്ച് നേരെ അമൃത നിൽക്കുന്ന വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു കേട്ടോ. അമൃത അവിടെ കുക്കിംഗ് പരിപാടിയൊക്കെയാണ്. ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകണേ ഉള്ളൂ. അവിടെ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റെന്ന് തോന്നുന്നില്ല. ഉറങ്ങിയപ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ. അപ്പം അമൃതയെ കാണിച്ചു തരാം. അമൃത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവാണ് കുട്ടി നിന്റെ ലക്ഷ്യം? എന്തോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? പത്തിരി. ഇന്ന് അമൃതയുടെ പത്തിരിയാണ് അല്ലേ കുട്ടി? എല്ലാവർക്കും വ്ലോഗ് വരാനുള്ള നാണം. നീ എപ്പോ എഴുന്നേറ്റടെ? എന്റെ അലാറം കേട്ട് നീ ആണാടി എഴുന്നേറ്റപ്പോ? എഴുന്നേറ്റോ? അതെന്തോ അടി? അതെന്തിരിക്കുന്നതില്? രാവിലെ എഴുന്നേറ്റൊരു കൊച്ച് മിണ്ടാരി രാവിലെ എഴുന്നേറ്റൊരു കൊച്ച് ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ വന്നിരുന്നതാണ്ട് റീൽസ് സ്റ്റോറി കാണും. ഇച്ചിരി മനസാക്ഷി ഉണ്ടോ നിനക്ക്? ഗസ്റ്റാ? ഞാൻ വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യുവാ. അമൃതക്കെല്ലാം അറിയാം. നമ്മൾ ഇനി ചെയ്ത് നശിപ്പിക്കുന്ന എന്തിനാ അല്ലേ? സമയം എത്ര മണി? 9 മണി കഴിഞ്ഞു തോന്നുന്നു. ഇച്ചിരി പരിപാടി ഉണ്ട്, ഞാൻ പോടും. ഗൈസ്, 10 മിനിറ്റ് ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് മുട്ട വേവിക്കുകയാണ് അമൃത. എന്താവും എന്തോ ഞങ്ങളുടെ ഗതി. ഈശ്വരാ. ഗൈസ്, ഇവിടെ ഉടുമ്പുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗൈസ്, ഞങ്ങളുടെ അമൃത ഉണ്ടാക്കി തന്ന അരിപ്പത്തിരിയും ഉള്ളിക്കറിയും ഫൈനലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എല്ലാരും കഴിച്ചു കഴിഞ്ഞ്. നല്ല ഉള്ളിക്കറി ആയിരുന്നു കേട്ടോ. നല്ല ഉള്ളിക്കറി, എനിക്ക് ഇഷ്ടപ്പെട്ടു. മുട്ടയുണ്ട്. മുട്ട എടുക്കടി. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് കഴിച്ചിട്ട് ഞങ്ങള് പോകാൻ റെഡി ആവാൻ പോവാം. ഗൈസ്, ഞങ്ങള് റെഡി ആയിട്ടുണ്ട്. അദ്വൈത റെഡിയായി, അമൃത റെഡിയായി. ഇനി ഞങ്ങൾ പുറത്തോട്ട് പോവാം കേട്ടോ. എവിടാ പോകുന്നതെന്ന് തീരുമാനമായിട്ടില്ല. തീരുമാനമായിട്ട് പറയാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി കേട്ടോ. കുറച്ചേ പോകാനുണ്ടായിരുന്നുള്ളൂ. ഫാൽക്കൺ മോളിലേക്കാണ് പോയത് ആണെന്ന് തോന്നുന്നു. അവിടെ കുറേ മോൾസ് ഉണ്ട് കോഴിക്കോട് നിറയെ മോൾസാണ്. അപ്പം ആദ്യം അവിടേക്കാ പോയെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങി നടക്കുകയാണ്. അവിടെയുള്ള പെൺകുട്ടികളെയൊക്കെ വായി നോക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കോഴിക്കോട് പെൺപിള്ളേരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാൻ നേരം അതുവഴി ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഗ്ലാസ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തേക്കാന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വീഡിയോയും സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ ചുമ്മാ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നടക്കാന്ന് വിചാരിച്ചു. ഒന്നും വാങ്ങിക്കാനൊന്നല്ല, ചുമ്മാ ഏതൊക്കെ കടകളുണ്ട്, ഏതൊക്കെ ബ്രാൻഡുകളുണ്ട് എന്നൊക്കെ ഒന്ന് തപ്പി നടന്നു. എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങി നടന്നു. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും മോളിൽ കയറിയല്ലേ, അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ. എന്നിട്ട് ചുമ്മാ ഞങ്ങള് എസ്കലേറ്ററിൽ കയറി മേലിലോട്ട് പോകും, താഴേക്ക് വരും, മുകളിലോട്ട് പോയി താഴോട്ട് വരും. മോളിൽ പോയ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. കുറച്ചു നേരം ഇരുന്നപ്പോൾ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പോകാം. പക്ഷെ അവിടുന്ന് വ്യൂ കാണാൻ നല്ല രസമാണ്. താഴേക്ക് മെയിൻ റോഡാണ്. ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. നിറയെ വണ്ടികളൊക്കെ പോകുന്നതായിട്ട് കാണാം. ബോബി ചെമ്മനൂറിന്റെ ജൂവലറി ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ട് കുറച്ചു നേരം ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ നിന്നപ്പോൾ എനിക്ക് വീണ്ടും ബോറടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കേണ്ടി, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗോകുലം മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഗോകുലം മാളിലേക്ക് വിട്ടു. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് പാരഗണില്ല ബിരിയാണി കഴിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഗോകുലം മാളിലുണ്ട്. ഗോകുലം മാളാന്ന് തോന്നുന്നു കേട്ടോ, മാറിപ്പോയാ ക്ഷമിക്കൂ, അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ
ഞങ്ങൾ പാരഗണിൽ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് അവിടുത്തെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹൈപ്പാണല്ലോ, അപ്പോൾ എനിക്കത് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചെന്നിരുന്നു. ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഹൈപ്പായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കോഴിക്കോട് ബിരിയാണിയിൽ മെയിനായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവർക്ക് ഇതിലൊരു ചട്നി വരുന്നുണ്ട്, ചമ്മന്തി. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ ബിരിയാണിയുടെ ചമ്മന്തി വരാറില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് കോഴിക്കോടുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത പ്ലാൻ സരോവരത്തേക്ക് പോവാമെന്നാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി നമ്മൾ നേരെ സരോവരത്തേക്ക് പോവുകയാണ്. ഉച്ച ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സരോവരം പോയി ചുമ്മാ കറങ്ങി നടക്കാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തിട്ടു. എനിക്ക് തോന്നുന്നു 40 റുപ്പീസോ 20 റുപ്പീസോ എന്താണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോയി. പിന്നെ ദാ ഈ കാണുന്ന പ്രവേശനം ഇല്ലാന്ന് എഴുതി വെച്ചിട്ടില്ലേ, അങ്ങോട്ടേക്കൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല രസമാണ്. അവിടെ ഈ കുളം കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുളം കാണാൻ പോകണം. അങ്ങനെ അവിടെ ചെന്നപ്പോഴും എൻ്റെ പൊന്നു കിടിലം വ്യൂ. അവിടെ ഒരു കായലൊക്കെ ആയിട്ട് ഇരിക്കാൻ സെറ്റ് സ്ഥലം. അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും വരുന്നുണ്ടായിരുന്നില്ല. മൊത്തം കപ്പിൾസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രൈവസി കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയി കുറേ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളി ഇങ്ങനെ സ്പോട്ടുകളുണ്ട്. കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല പ്രേത സിനിമയൊക്കെ ഷൂട്ട് ചെയ്യത്തില്ലേ, അങ്ങനത്തെ കുറെ ലൊക്കേഷൻ പോലെ തോന്നി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി. അവിടെ എങ്ങും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിറയെ കപ്പിൾസ് ആണ്. അപ്പൊ അതൊന്നും എന്റെ വീഡിയോയിൽ ഇടാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അതൊന്നും നമ്മൾ ബാക്കിയുള്ള പ്രൈവസിക്ക് ഇടപെടുന്നത് ശരിയല്ലല്ലോ. സോ ആ വീഡിയോസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് നമ്മൾ എത്തിയത് SM സ്ട്രീറ്റിലേക്കാണ്. അവിടെ വന്നപ്പോഴാണ് എല്ലാ സാധനത്തിനും നല്ല വിലക്കുറവാണ് കേട്ടോ. ഇവിടുത്തെ കമ്പയർ ടു കൊല്ലം വിലക്കുറവാണ്. പിന്നെ അവിടെ ചെന്നിട്ട് ബാഗൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഫോൺ കവർ പിടിക്കണം, എല്ലാവർക്കും വാങ്ങിക്കണമായിരുന്നു. അവർക്ക് സ്ക്രീൻ ഗാർഡ് മാറണമായിരുന്നു. എനിക്ക് സ്ക്രീൻ ഗാർഡ് വേണ്ടായിരുന്നു, എനിക്ക് ഫോൺ കവർ വാങ്ങണമായിരുന്നു. എൻ്റെ ഫോൺ കവർ നല്ല വൃത്തിയായിട്ടിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങി ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ സ്ക്രീൻ കവർ നല്ല അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ നല്ല അടിപൊളി സ്ക്രീൻ കവറൊക്കെ വാങ്ങി. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഒക്കെ നോക്കി കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല, വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ മെയിനായിട്ട് കോഴിക്കോട് ഹൽവ വാങ്ങണമല്ലോ, അപ്പോൾ അത് അങ്ങ് ഏറ്റവും ആണെന്ന് അമൃത് പറഞ്ഞു. നല്ലൊരു ഷോപ്പുണ്ട്, അവിടെ പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ മിക്ക കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്ന എല്ലാ കടയിലും ഞങ്ങൾ കയറി ഇറങ്ങി. അങ്ങനെ ഓരോ ഓഫേഴ്സും. അവിടെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ വിളിച്ച് പറയുന്നതൊക്കെ ഭയങ്കര രസമാണ്. സ്ട്രീറ്റുകൾ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. അവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഈ വിളിച്ചു പറയും, ഈ ശരദ രമണി ഹരിത വരൂ കേറൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയും. ഭയങ്കര രസമാണ് കേൾക്കാൻ. അങ്ങനെ അവിടെ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, അദ്വൈതയ്ക്ക് മൂക്ക് കുത്താൻ. അങ്ങനെ മൂക്ക് കുത്താൻ വേണ്ടി ഞങ്ങളൊരു ജ്വല്ലറി കയറി. അതിന്റെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ഉണ്ടോ കുട്ടി? ടെൻഷൻ ഉണ്ടോ? പറ, ടെൻഷൻ ഉണ്ട്. മൂക്കുത്താൻ പോവാണ് ഗൈസ്. അദ്വൈത മൂക്കുത്താൻ പോവാണ്. ഞാനിടണേ, അവിടെ ഇരിക്കാൻ ഞാനിടണേ. ഫേസ് കാണിക്കേ. കൊള്ളാം. അങ്ങനെ ഞങ്ങൾ മൂക്കുത്തിന് ശേഷം നേരെ ഒരു കടയിലേക്ക് കയറിയിട്ടോ. അവിടെ കുറെ ഓഫേഴ്സൊക്കെ വിളിച്ചു പറയാനായിട്ട് കയറിയതാണ്. അത്യാവശ്യം കുറെ ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ടോ. എന്നിട്ട് അവള് ടോപ്പ് എടുത്തെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറെ കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. കമ്മൽ അതൊന്നും ഞങ്ങൾ വീട്ടിൽ സിറവും അവള് കുറെ മാലയും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഞാൻ പാൻറ്റും ഒക്കെ വാങ്ങി. എന്നിട്ട് നേരെ ഞങ്ങൾ വിചാരിച്ചു ബീച്ചിലേക്ക് പോകാം, കോഴിക്കോട് ബീച്ചിലേക്ക് തലേന്ന് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകുന്നു. പക്ഷെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ചാതാവിന്റെ ചായക്കടയിൽ കയറി ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ നിന്നില്ല കേട്ടോ. നേരെ ചെന്ന് ബീച്ചിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു. ബീച്ചിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മുടെ കൊല്ലം ബീച്ചിലൊന്നും തിരക്കൊന്നും ഒന്നും അല്ലെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി. ഇവിടെ ബീച്ചാണെങ്കിൽ ഭയങ്കര വലുതുമാണ്. അങ്ങനെ ഞാനൊരു കോഫിയും
ഞാൻ ബൂസ്റ്റാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ബൂസ്റ്റും അവർ ചായയൊക്കെ പറഞ്ഞ് നമ്മൾ കടിയൊന്നും വാങ്ങി കഴിച്ചില്ല. ഇതൊക്കെ കഴിച്ചിവിടെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം. ഇപ്പൊ സമയം ഏകദേശം എനിക്കൊന്ന് 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വൈബിന്. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ വന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. ബീച്ചിലിരിക്കാൻ എന്തൊരു കാറ്റാന്നറിയാമോ. ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വായ നോക്കി. കുറേ ഫാമിലീസും കുറേ കുട്ടികളും പിന്നെ ഇതാ ഇവിടെ ഒരു പയ്യൻ ഇതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവ ഇങ്ങനെ ബബിളൊക്കെ ഇങ്ങനെ ഊതി വിടുന്നുണ്ട്. അതൊക്കെ പൊട്ടിച്ചവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ഐസ് വരത്തി കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഇവിടെ വന്നത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 ടൈപ്പ് വാങ്ങി, സ്വീറ്റ് പ്ലസ് സ്പൈസി, പിന്നെ സ്വീറ്റ്, പിന്നെ സ്പൈസി മാത്രമാണ്. അതിൽ സ്വീറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. സ്പൈസി കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ സ്വീറ്റും സ്പൈസി അത്ര നന്നായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് കാടമുട്ടയുടെ ഈ സംഭവം ഉണ്ടല്ലോ അത് ട്രൈ ചെയ്തു കേട്ടോ. അത് മാത്രമല്ല കുറേ സാധനങ്ങൾ. കാടമുട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് മറ്റേ കല്ലുമക്കായ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കഴിച്ചതിന്റെ എക്സ്പ്രഷൻ ഇത് ഇല്ലാന്ന് തോന്നും. പിന്നെ ഞാൻ കഴിച്ചത് കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ ഞാൻ എവിടെ പോയാലും വാങ്ങാറുണ്ട്. അപ്പൊ കോളിഫ്ലവർ കല്ലുമക്കായ ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറയുമ്പോൾ പക്ഷേ അതിന്റെ സ്മെല്ലും ടേസ്റ്റും എനിക്ക് അത്ര പിടിച്ചില്ല. അപ്പൊ കോളിഫ്ലവർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. കോളിഫ്ലവർ ആണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ച് കാര്യം പറഞ്ഞ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോടത്തെ ദിവസം അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോടത്തെ ദിവസം കഴിയാറായി. ഇല്ലേടിയേ ഇത് കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. രാവിലെ എല്ലാവരും പല വഴിക്ക്. ഇവർക്ക് ജോലിയുണ്ട്, അവൾക്കും വേറെ പരിപാടികളുണ്ട്. നൈറ്റ് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പോകുന്ന വഴിക്ക് ബട്ട് റോഡ് ബീച്ചിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് മഴയൊക്കെ ചാരി തുടങ്ങി. അതുപോലെ ഇരുട്ടായതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ബട്ട് റോഡ് ബീച്ചിലൊക്കെ കുറേ നേരം പോയിരുന്നു. നല്ല കാറ്റൊക്കെ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് പോയിട്ടോ. സൂഫി മന്തിയാണെന്ന് തോന്നുന്നു. അവിടെ പോയി. അപ്പോൾ എനിക്ക് ആ കോഴിക്കോടിലെ മന്തി ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇവിടുത്തെ ടേസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. കൊല്ലത്തെ ടേസ്റ്റ് ഉണ്ടോ അതോ വേറെ ടേസ്റ്റ് ആണോ, എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ദാണ്ടേ ഭയങ്കരമായ മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര സൗണ്ടിലായിരുന്നു മഴ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം 6 മണിക്ക് തന്നെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 6 മണിക്കല്ല 7 മണി അടുപ്പിച്ചായി. അപ്പോൾ ഇനി തൃശ്ശൂരേക്കാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ വ്ളോഗാണ്. അങ്ങനെ ഞങ്ങൾ 3 വഴിക്കായി. അപ്പോൾ ഇനി തൃശ്ശൂർ വ്ളോഗായിട്ട് കാണാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.